പാവം പ്ലൂട്ടോ. സഹതാപം അർഹിക്കുന്ന ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റാണ് പ്ലൂട്ടോ. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹമെന്നാണ് ഇപ്പോൾ അതിനെ അറിയപ്പെടുന്നത്, ഡ്വാർഫ് പ്ലാനറ്റ്. ഒരു കാലത്ത് 9 ഗ്രഹങ്ങൾ സൗരയൂഥത്തിലുണ്ടായിരുന്നു. അതിൽ 9ാമത്തെ ഗ്രഹമായിരുന്നു പ്ലൂട്ടോ. പക്ഷേ 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു യോഗം ചേർന്ന് ഈ പാവം പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കി, അഥവാ അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഡൗൺഗ്രേഡഡ് എന്നർത്ഥം വരത്തക്ക രീതിയിൽ ഇംഗ്ലീഷിൽ പ്രയോഗം തന്നെ ഉണ്ട്, പ്ലൂട്ടോഡ്. ഈ പ്ലൂട്ടോയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്ലൂട്ടോ എന്തുകൊണ്ട് ഡൗൺഗ്രേഡായി എന്ന കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നെപ്റ്റ്യൂണിനപ്പുറം ഗ്രഹങ്ങളുണ്ടോ എന്നുള്ള തെരച്ചിലിനിടയിലാണ് അമേരിക്കൻ ആസ്ട്രോണമറായ ക്ലൈഡ് ടാംബോ 1930 ഈ ഗ്രഹത്തെ, അന്നത്തെ ഗ്രഹം കണ്ടെത്തുന്നത്. റോമാക്കാരുടെ അധോലോക ദൈവമാണ് പ്ലൂട്ടോ. ആ പേരാണ് ഈ സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന് നൽകിയത്. വെനീഷ്യ ബേണി എന്ന 11 വയസ്സുള്ള പെൺകുട്ടിയാണ് പ്ലൂട്ടോയ്ക്ക് ഈ പേര് നിർദ്ദേശിച്ചത്. വളരെ തണുത്തുറഞ്ഞ ഒരു ഐസി ആയിട്ടുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റാണ് പ്ലൂട്ടോ. കാരണം സൂര്യനിൽ നിന്നും വളരെ അകലത്തിലാണ് പ്ലൂട്ടോ നിലകൊള്ളുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. എന്നാൽ 40 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് പ്ലൂട്ടോയും സൂര്യനും തമ്മിലുള്ള അകലം. അത്ര അകലത്തിലാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ വലിപ്പം USA കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ചിത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ വ്യാസത്തിൻ്റെ 5 മാത്രമേ പ്ലൂട്ടോയ്ക്ക് വ്യാസമുള്ളൂ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ് ഗണത്തിൽ അന്ന് ഉൾപ്പെട്ടിരുന്നത് പ്ലൂട്ടോയാണ്. ഇപ്പോൾ അത് പ്ലാനറ്റ് അല്ല, ഡ്വാർഫ് പ്ലാനറ്റാണ്. നമ്മുടെ ഭൂമിയിൽ ഫുൾ മൂൺ സമയത്ത് എത്ര പ്രകാശം ലഭിക്കുന്നുവോ അത്ര പ്രകാശം മാത്രമേ സൂര്യപ്രകാശമായി അവിടെ പ്ലൂട്ടോയ്ക്ക് ലഭിക്കുന്നുള്ളൂ. മറ്റ് ഗ്രഹങ്ങളുടെ ഓർബിറ്റ് പോലെയല്ല പ്ലൂട്ടോയുടെ ഓർബിറ്റ്. വളരെ ദീർഘവൃത്താകൃതിയിലുള്ളതും കുറച്ച് ചരിഞ്ഞതുമായിട്ടുള്ള ഒരു ഓർബിറ്റാണ് പ്ലൂട്ടോയ്ക്കുള്ളത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഏതാണ്ട് സർക്കുലർ ഓർബിറ്റ് ആയിരിക്കുന്നു. മാത്രമല്ല അതെല്ലാം ഒരേ പ്ലെയിനിലുമാണ്. ഇതിന് മാത്രമാണ് നല്ല ചരിവുള്ളത്. ഈ പ്ലൂട്ടോയും സ്പിൻ ചെയ്യുന്നുണ്ട്. ഭൂമി സ്പിൻ ചെയ്യുമ്പോഴാണല്ലോ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയുടെ സ്പിന്നിങ്ങിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ഇതിന് നേരെ എതിർ ദിശയിലാണ് പ്ലൂട്ടോ സ്പിൻ ചെയ്യുന്നത്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. ഈ റൊട്ടേഷനെ റെട്രോഗ്രേഡ് റൊട്ടേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ റെട്രോഗ്രേഡ് റൊട്ടേഷൻ പ്ലൂട്ടോയ്ക്ക് മാത്രമല്ല ഉള്ളത്, വീനസ്, യുറാനസ് ഇവയ്ക്കും റെട്രോഗ്രേഡ് റൊട്ടേഷനാണുള്ളത്. ഒരു ഭൗമവർഷം നിങ്ങൾക്കറിയാം സൂര്യന് ചുറ്റും ഭൂമി വലമിക്കാൻ ആവശ്യമായ സമയം. എന്നാൽ 248 വർഷം കഴിയുമ്പോഴായിരിക്കും പ്ലൂട്ടോ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത്. 5 മൂണുകളാണ് ഈ പ്ലൂട്ടോയ്ക്കുള്ളത്. അതിൽ ഏറ്റവും വലിയ മൂണാണ് ഷെറോൺ. ഈ ഷെറോണിൻ്റെ വലുപ്പം ഏതാണ്ട് പ്ലൂട്ടോയുടെ വലുപ്പത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ചിലർ ഈ ഷെറോണിനെ മൂണായിട്ടുള്ള കണക്കാക്കുന്നത് അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 മൂണുകൾ ഇവയൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഷെറോൺ, അത് കഴിഞ്ഞാൽ നിക്സ്, ഹൈഡ്ര, കെബറോസ് ആൻഡ് സ്റ്റിക്സ്. ഈ ഷെറോണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഷെറോണിൻ്റെ വലുപ്പം പ്ലൂട്ടോയുടെ ഏതാണ്ട് അതേ വലുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലൂട്ടോ ഷെറോൺ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അത് നമ്മൾ ബാരി സെൻറ്റർ എന്നും പറയും. മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 വസ്തുക്കളുടെ ബാരി സെൻറ്റർ എന്ന് പറയുന്നത് അവയുടെ സെൻറ്റർ ഓഫ് മാസാണ്. ഷെറോണിനും പ്ലൂട്ടോയ്ക്കും ഏതാണ്ട് ഒരേ വലുപ്പമായതിനാൽ അവയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് പ്ലൂട്ടോയ്ക്ക് പുറത്തായിരിക്കും. അപ്പോൾ ഈ പോയിന്റിനെ ആസ്പദമാക്കിയായിരിക്കും ഇവ രണ്ടും തിരിയുന്നത്. ഇതൊരു ബൈനറി സിസ്റ്റമാണ്, ബൈനറി സ്റ്റാറുകൾ പോലെ. ഈ ബൈനറി സ്റ്റാറിൽ എന്താ സംഭവിക്കുന്നത്? 2 സ്റ്റാറുകളുണ്ടെങ്കിൽ ആ 2 സ്റ്റാറുകളുടെയും സെൻറ്റർ ഓഫ് മാസ് അവയ്ക്ക് ഇടയിലായിരിക്കും. ആ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഈ 2 സ്റ്റാറുകളും തിരിയുന്നത്. ഈ പ്ലൂട്ടോയെ കണ്ടെത്തിയതിന് ശേഷം ഈ പ്ലൂട്ടോയുടെ അതേ വലിപ്പം തന്നെയുള്ള, അല്ലെങ്കിൽ ഏതാണ്ട് അതിനോട് വലുപ്പത്തിലുള്ള അതേ സ്വഭാവ സവിശേഷതകൾ കൂടിയ മറ്റ് 4
സെലസ്റ്റിയൽ ഓബ്ജക്റ്റുകളെ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡ്വാർഫ് പ്ലാനറ്റ് ഗണത്തിലാണ് പ്ലൂട്ടോയ്ക്കൊപ്പം. ഇനി ഞാൻ എന്തുകൊണ്ടാണ് പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്ന് പ്ലൂട്ടോയെ പുറത്താക്കിയെന്ന് പറയാം. 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ യോഗം ചേർന്നു. ഈ യോഗത്തിലെടുത്ത തീരുമാനമാണ് പ്ലൂട്ടോയെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ് എന്ന ഗണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. വളരെയധികം ഡിസ്കഷൻ അന്ന് നടന്നു. പല ശാസ്ത്രജ്ഞന്മാരും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ലോകത്തെമ്പാടും ഈ പ്ലൂട്ടോയെ പുറത്താക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒരു സെലസ്റ്റിയൽ ഓബ്ജക്റ്റിനെ പ്ലാനറ്റായി കരുതുന്നതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, അത് ഒരു സ്റ്റാർ, നമ്മെ സംബന്ധിച്ചുള്ള സൂര്യൻ, സൗരയൂഥത്തിനെ സംബന്ധിച്ചുള്ള സൂര്യൻ ഒരു സ്റ്റാറിന് ചുറ്റും വലം വയ്ക്കണം. അത് പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഈ സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് സെൽഫ് ഗ്രാവിറ്റി മൂലം അതിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആയി മാറിയിരിക്കണം. അതും പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഇതിൻ്റെ ഓർബിറ്റൽ പാത്തിൽ മറ്റൊരു വസ്തുക്കളും കാണാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർബിറ്റൽ പാത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അവിടെയാണ് പ്ലൂട്ടോയ്ക്ക് പിഴച്ചത്. പ്ലൂട്ടോയുടെ ഓർബിറ്റൽ പാത്തിൽ നിരവധി മറ്റ് സെലസ്റ്റിയൽ, ചെറുതും വലുതുമായ സെലസ്റ്റിയൽ ഓബ്ജക്റ്റ് കാണപ്പെടുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് പ്ലൂട്ടോയെ പ്ലാനറ്റിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് പുറത്താക്കിയത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ നെപ്റ്റ്യൂണിന് അപ്പുറത്തായിട്ട് കൈപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഒരു റീജിയനുണ്ട്. ഇതിന് ഒരു ഡോണറ്റ് ഷേപ്പാണ്. ഈ വീനസിനും മാർസിനും ഇടയ്ക്കായിട്ട് ഒരു ആസ്റ്ററോയിഡ് ബെൽറ്റ് ഉണ്ട്. ഏതാണ് അതിന് തുല്യമായ ഒരു റീജിയനാണ് നെപ്റ്റ്യൂണിനപ്പുറമുള്ള ഈ കൈപ്പർ ബെൽറ്റ്. കൈപ്പർ എന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ഈ കൈപ്പർ ബെൽറ്റിൽ പാറകൾ, ഐസ്, ഫ്രോസൺ അമോണിയ കോമ്പൗണ്ട്സ്, ഫ്രോസൺ മീഥേൻ കോമ്പൗണ്ട്സ് ഇവയെല്ലാം കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ പ്ലൂട്ടോയുടെ വലുപ്പത്തിലുള്ള അനവധി മറ്റ് ഓബ്ജക്റ്റുകളും ഈ കൈപ്പർ ബെൽറ്റിൽ കാണുന്നുണ്ട്. ഇന്നും പലരും സത്യത്തിൽ ഈ പ്ലൂട്ടോയെ ഒരു ഗ്രഹമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്ര കണ്ട് സ്നേഹമാണ് പലർക്കും ഈ പ്ലൂട്ടോയോട്. 2015 ഹൊറൈസൺ സാറ്റലൈറ്റ് നാസ പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ അയച്ചു. വളരെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് ഈ ഹൊറൈസൺ സാറ്റലൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ ഗ്ലേസിയേഴ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, ഇതിനുള്ളിലായിട്ട് സമുദ്രം വരെ ഉണ്ടെന്നാണ് ഈ സാറ്റലൈറ്റ് പഠനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില ആസ്ട്രോണമേഴ്സ് ഇപ്പോഴും പ്ലൂട്ടോയെ ഒരു ഗ്രഹമായി മാറ്റണം എന്ന് വാദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് ന്യായീകരിക്കത്തക്കതാണോ? അതോ പ്ലൂട്ടോയെ തിരിച്ച് ഗ്രഹങ്ങളുടെ പട്ടികയിൽ കൊണ്ടുവരണമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായത് കമൻ്റായി എഴുതുക. സയൻസ് സംബന്ധമായ മറ്റു വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.